السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وصحبه أجمعين. أما بعد. ഒരു തുള്ളി വെളിച്ചം എന്ന ഈ വാട്സ്ആപ്പ് പ്രോഗ്രാമിലേക്ക് ബഹുമാനമുള്ള മുഅ്മിനീങ്ങൾക്ക് ഹൃദ്യമായ സ്വാഗതം. അള്ളാഹുവിന്റെ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സഅദ് റളിയല്ലാഹു അൻഹു വുളു എടുത്തുകൊണ്ടിരിക്കെ അദ്ദേഹത്തിന്റെ അടുത്തുകൂടി നടന്നുപോയി. നബി തങ്ങൾ ചോദിച്ചു, എന്താണ് സഅദേ ഈ ഇസ്റാഫ്? സഅദ് റളിയല്ലാഹു അൻഹു അത്ഭുതത്തോടുകൂടി ആരാഞ്ഞു, വുളുഇലും ഇസ്റാഫ് ഉണ്ടോ? വുളുഇലും അമിതവ്യയം ഉണ്ടോ? നബി തങ്ങൾ മറുപടി പറഞ്ഞു, അതെ, ഒഴുകിക്കൊണ്ടിരിക്കുന്ന ഒരു നദിക്കരയിലാണെങ്കിലും അതുണ്ട്. ലോക ജലദിനം മാർച്ച് 22 നമ്മളിലൂടെ കടന്നുപോയി. ഇനിയൊരു യുദ്ധം ജലത്തിനു വേണ്ടി, ജലം അമൂല്യമാണ് തുടങ്ങിയ മുദ്രാവാക്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്നതിനപ്പുറം വെള്ളത്തിന്റെ ഉപയോഗം നിയന്ത്രിക്കാനോ ഈ അമൂല്യ സമ്പത്തിൽ അതിന്റെ മൂല്യത്തോടെ സൂക്ഷിക്കാനോ മനുഷ്യൻ തയ്യാറാകുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം. ജനനം മുതൽ മനുഷ്യന് അവൻ അന്ത്യശ്വാസം വലിക്കുന്നത് വരെ ആവശ്യമുള്ള ഒന്നാണ് വെള്ളം. എന്തിലേറെ നരകക്കാർ സ്വർഗവാസികളോട് വെള്ളം ചോദിക്കുന്ന രംഗം ഖുർആൻ അതിവിശിഷ്ടമായി വിശദീകരിക്കുന്നുണ്ട്. വെള്ളത്തിന്റെ അഭിനവോപയോഗത്തിൽ വളരെ മുന്നിലാണ് പ്രത്യേകിച്ച് നാം മലയാളികൾ. നാം തന്നെ നമ്മെക്കുറിച്ച് ആ അഹന്ത പറയാറുമുണ്ട്. താൻ വുളു എടുക്കാൻ ഒരു മുദ്ദുവെള്ളവും കുളിക്കാൻ ഒരു സ്വാഴ വെള്ളവും മാത്രം മതിയാകുമെന്ന് പഠിപ്പിച്ച പ്രവാചകന്റെ അനുയായികളാണ് നാം എല്ലാവരും. പൂർണ്ണമായ സുന്നത്തുകളോടുകൂടെ ഉള്ള വുളു ചെയ്യാൻ, അതിനാവശ്യമായ വെള്ളമെടുക്കാൻ നമുക്ക് അവകാശമുണ്ട്. അതിലപ്പുറം വെള്ളം ഉപയോഗിക്കാൻ നമുക്ക് അവകാശമില്ല. അതാണ് ഹദീസ് സൂചിപ്പിക്കുന്നത്. അത് സുന്നത്തിന് എതിരുമാണെന്ന് ഈ ഹദീസ് നമ്മെ പഠിപ്പിക്കുന്നു. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരാൾക്ക് വുളൂഇന്റെ എല്ലാ അവയവങ്ങളും 3 പ്രാവശ്യം കഴുകി വുളൂ ചെയ്യാൻ പഠിപ്പിച്ചു കൊടുത്ത ശേഷം നബി തങ്ങൾ ഓർമ്മപ്പെടുത്തി, ഇതാണ് വുളൂ. ആരെങ്കിലും ഇതിനേക്കാൾ അധികരിപ്പിച്ചാൽ അവൻ തെറ്റ് ചെയ്യുകയും തിന്മ പ്രവർത്തിക്കുകയും അക്രമം കാണിക്കുകയും ചെയ്തിരിക്കുന്നു എന്ന്. ശുദ്ധജലം അള്ളാഹുവിന്റെ മഹത്തായ അനുഗ്രഹമാണ്. നാം സാധാരണയായി വുളൂ എടുക്കുമ്പോൾ പറയാറുണ്ട്, അൽഹംദുലില്ലാഹില്ലദീ ജഅലൽ മാഅ തഹൂറ, അൽഹംദുലില്ലാഹില്ലദീ ജഅലൽ മാഅ തഹൂറ, അൽഹംദുലില്ലാഹില്ലദീ ജഅലൽ മാഅ തഹൂറ. വെള്ളത്തെ ശുദ്ധമാക്കി അള്ളാഹുവിനാണ് സർവസ്തുതിയും. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.